ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിശ്ചയമില്ലാത്തവർക്കാണ് യേശുവിൻ്റെ സുവിശേഷം ഈ ലോകത്തെ സമൃദ്ധിക്കായി മാറുന്നത്. അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സുവിശേഷമാണ്. യേശു മാർക്കോസ് 1:15 പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു രാജാവായി വാഴുന്ന ഒരു രാജ്യത്തേക്ക് നമ്മെ വിളിക്കാനാണ് യേശു വന്നത്. ആ രാജ്യം നീതിസൂര്യനായ യേശുവിൻ്റേതാണ്. അവിടെ പാപമില്ല. നാം ഇപ്പോഴായിരിക്കുന്ന ഈ ലോകം തിന്മ നിറഞ്ഞതാണ്. നാം എല്ലാവരും പാപികളാണ്. റോമർ 3:23 കേൾക്കൂ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. വചനമനുസരിച്ച് നാം എല്ലാവരും പാപികളാണ്. ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ പറയത്തക്ക പാപമൊന്നും ചെയ്തിട്ടില്ല. എന്തൊരു സ്വയം നീതീകരണം! ഒരു ദിവസം തുടങ്ങിയാൽ പിന്നെ കാണുന്നവരെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, വിധികൾ, പിന്നെ അങ്ങനെ ചെറുതും വലുതുമായ നുണകൾ, അങ്ങനെ പോകുന്നു. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നാം ചിന്തിക്കും. കുഴപ്പമുണ്ട്. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയാത്ത വിധം നമ്മെ ഇവ അകറ്റുന്നു. ഇവയെക്കുറിച്ചെല്ലാം നാം മാനസാന്തരപ്പെടണം. ഹൃദയം ശുദ്ധമാക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കണം. കൽപ്പനകൾ പാലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ അംഗത്വമെടുക്കാൻ സാധിക്കൂ. അതങ്ങനെ ഭൗതിക സമൃദ്ധിയൊന്നുമല്ല. റോമർ 14:17 കേൾക്കൂ. ദൈവരാജ്യം ഭക്ഷണത്തെയും പാനീയത്തെയും കുറിച്ചല്ല, മറിച്ച് നീതിയെയും സമാധാനത്തെയും പരിശുദ്ധാത്മാവിൽ സന്തോഷത്തെയും കുറിച്ചത്രേ. അപ്പോൾ എന്താണ് യേശുവിൻ്റെ രാജ്യത്തിലുള്ളതെന്ന് മനസ്സിലായല്ലോ. ഭൗതികമായൊരു സമൃദ്ധിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ യേശുവിനാൽ സൗഖ്യമില്ലേ? ദൈവം ദയയും കരുണയും വിശ്വസ്തതയും നിറഞ്ഞവനാകയാൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കാറില്ല. അതിനാൽ അവയെല്ലാം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറുന്നു. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. യോഹന്നാൻ 16:33 ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലോകത്ത് സമൃദ്ധി തരാനാണ് യേശു വന്നതെങ്കിൽ ഇങ്ങനെയൊരു വചനം യേശു പറയേണ്ട കാര്യമില്ലല്ലോ. നാം കഷ്ടങ്ങളെ യേശു സഹിച്ചതുപോലെ സഹിച്ച് അതിജീവിക്കണം. മരണം ഒരു യാഥാർത്ഥ്യമല്ലേ? എല്ലാവരും മരിക്കണം. മരണം വരെയുള്ള ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും സമൃദ്ധിയുമെല്ലാം അതിനാൽ തന്നെ താൽക്കാലികമാണ്. അവയെല്ലാം വിട്ടുപേക്ഷിച്ച് ഒരു നാൾ നാം നീങ്ങണം. യേശു നമുക്ക് താൽക്കാലികമല്ലാത്ത ഒരു നിത്യതയാണ് വാഗ്ദാനം ചെയ്യുന്നത്. യോഹന്നാൻ 3:16, യോഹന്നാൻ 10:28, യോഹന്നാൻ 5:24, യോഹന്നാൻ 11:25-26, യോഹന്നാൻ 17:3, യോഹന്നാൻ 4:14, റോമർ 6:23 ഇവയെല്ലാം വായിച്ച് എന്താണ് നിത്യത എന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അല്ലാതെ ഇന്ന് പലരും പല വാഗ്ദാനങ്ങളും ഈ ഭൗതിക ലോകത്തിൽ താൽക്കാലികമായി ലഭിക്കുമെന്ന് പറഞ്ഞ് സുവിശേഷം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ദുരുപദേശമാണ്. ദ്രവ്യാഗ്രഹം മൂത്ത് മാസാമാസം ഒരു തുക ലഭിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് നിർബന്ധിക്കുകയും അതിനെക്കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യുന്നതും ദുരുപദേശമാണ്. യേശു പറയുന്നത് പോലെ ആത്മാവിലും സത്യത്തിലും ഒരിടത്തിരുന്ന് ആരാധിക്കാൻ പണം വേണ്ട. നിസ്സഹായരായ കൂട്ടു സഹോദരങ്ങളെ നമ്മളാൽ ആകും വിധം സഹായിക്കാം. അതും ഹൃദയത്തിൽ തോന്നും വിധം സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് എബ്രായർ 13:17 പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 9:7 കേൾക്കൂ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇത്ര വ്യക്തമായ വചനമുള്ളപ്പോൾ ദുരുപദേശകരുടെ നിർബന്ധ ബുദ്ധി എന്തിനായിരിക്കും? ഉറപ്പായും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തന്നെ. ഈ ലോകത്തെ താൽക്കാലിക സമൃദ്ധിക്ക് വേണ്ടി യേശുവിൻ്റെ സുവിശേഷം ഉപയോഗിക്കുന്നത് ശരിയല്ല. വരാനിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിൽ സന്തോഷവും സമാധാനവും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ അനുഭവിക്കാനാണ് യേശു നമ്മെ വിളിക്കുന്നത്. അതാണ് നിത്യത, അതാണ് വാഗ്ദാനം. അത് ഉപദേശിക്കാത്ത സുവിശേഷം യേശുവിൻ്റേതല്ല. വെളിപ്പാട് 21-22 അധ്യായങ്ങൾ വായിക്കൂ.
മരണവും ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ലാത്ത ലോകത്തിലേക്ക് യേശു നമ്മെ വിളിക്കുന്നു. യേശുവിൽ വിശ്വസിക്കണം. പരിശുദ്ധനായ ദൈവത്തോടൊത്ത് വസിക്കാൻ പാപികളായി നാം മാനസാന്തരപ്പെട്ട് യേശു ഭൂമിയിൽ ഒഴുക്കിയ രക്തത്താൽ ഹൃദയം ശുദ്ധീകരിക്കണം. യേശു തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വരാറായി. നമുക്ക് വേഗത്തിൽ ഒരുങ്ങാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.